അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഈ വാഗമൺ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള 2 വീഡിയോകൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഞങ്ങൾ ഇവിടെയാണ്, ഈ കോട്ടേജിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇപ്പോൾ രാവിലെ എണീച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഈ ഗ്രീൻ ഹിൽ എസ്റ്റേറ്റിൻ്റെ ചുറ്റുപാടൊന്ന് കണ്ടതിന് ശേഷം ഇവിടെ നമുക്കൊരു 1.5 കിലോമീറ്റർ നടന്നു പോകാനുള്ള ദൂരമാണ്. അഞ്ചുള്ളി ടണൽ. ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് യാത്ര തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ഹിൽ എസ്റ്റേറ്റിൻ്റെ എൻട്രൻസിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. ഇവിടെ കുട്ടികൾക്ക് കുറച്ച് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രവേശന കവാടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാലും തേയിലത്തോട്ടമാണ്. നമ്മൾ ഈ റിസോർട്ടിൻ്റെ മുകളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ കഥകളി രൂപമാണ്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു തേയിലത്തോട്ടവും മുകളിൽ നീല ആകാശവും, വളരെ മനോഹരമായൊരു ദൃശ്യമാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ധാരാളം പിന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരു കുമ്പളയാണ് ഈ റിസോർട്ടിൽ നിൽക്കുന്നത്. ഇന്നലെ നല്ല ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ആയിരുന്നു. ഇപ്പോൾ എണീക്കാൻ കുറച്ച് ലേറ്റായി. എന്നിരുന്നാലും രാവിലെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 11 മണി 12 മണിയാകുമ്പോൾ ഞങ്ങൾ ഈ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഈ റിസോർട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അഞ്ചുള്ളി ടണലോട്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. നടന്ന് കുറച്ചായപ്പോൾ തന്നെ നമുക്ക് അരുവികൾ, വെള്ളത്തിൻ്റെ അരുവികളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതും കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണിപ്പം. പിന്നെ മെയിനായിട്ടുള്ളത് ഇവിടെ ജീപ്പ് സർവീസ് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞുള്ള റോഡെല്ലാം ഒരു ഓഫ് റോഡ് മോഡൽ കിടക്കുന്നതുകൊണ്ട് ഇവിടെ മെയിൻ സർവീസ് മൊത്തം ജീപ്പാണ്. ജീപ്പ് വഴിയാണ് അഞ്ചുള്ളി ടണലിലോട്ട് എല്ലാ ആൾക്കാരും വരുന്നത്. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പം ഇത് റോഡാണോ തോടാണോ എന്നറിയാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ വന്നൊരു ഇവിടെ അടുത്ത് കണ്ടപ്പം തോടല്ല, ഇതൊരു റോഡ് തന്നെയാണ്. റോഡിൻ്റെ മുകളിലൂടെ വെള്ളം ഇങ്ങനെ എഴുന്നൊരു തോട് പോലെ ആയെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിക്കുകയാണ്. ഇതൊരു റോഡാണ്. അതിനെ ഓവർഫ്ലോ ചെയ്തിട്ട് വെള്ളം താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ ആരായാലും ഇറങ്ങിപ്പോകുമല്ലോ. അങ്ങനെ ഇതിൽ ഇറങ്ങാനായിട്ട് ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിയുമ്പം എല്ലാവരും ഇറങ്ങുന്ന പോലെ എല്ലാവരും ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് മറ്റഞ്ചുള്ളി ടണലുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയുള്ള ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ അരുവികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് പോകുമ്പം ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്ക് അത് കാണാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ഇപ്പം ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം.
ഇടുക്കി ഡാമിലേക്ക് റിസർവോയറിലേക്ക് ഇവിടുന്ന് ഈ ടണൽ വഴിയാണ് വെള്ളം കൊണ്ടുവന്നത്. ഏകദേശം 5 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ടണൽ. അങ്ങോട്ട് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി പണിഞ്ഞതാണ് ഈ ഒരു ടണൽ. ഇതിനു മുമ്പ് നമ്മളിത് കണ്ടിട്ടുള്ളത് സിനിമ ഷൂട്ടിംഗ് പരമായിട്ട് 2-3 പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ യോബിൻ്റെ പുസ്തകം പോലുള്ള പടത്തിലൂടെയാണ് നമ്മൾ ഈ ടണലിനെ കുറിച്ച് തന്നെ അറിയുന്നത്. മഴക്കാലത്ത് ധാരാളം വെള്ളം വരുന്ന കാരണം നമുക്കിവിടെ നടന്നു പോകാൻ സാധിക്കത്തില്ല. മുന്നൊക്കെ ഇവിടുന്ന് നടന്നു പോകാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പ് വന്ന കുറച്ച് ബാച്ച് സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈവ് സൗണ്ട് നിങ്ങളെ കൂടെ പിന്നെ വേനൽക്കാലം ആകുമ്പോൾ കുറച്ച് വെള്ളം താഴുന്ന സമയത്തായിരിക്കും ഇവിടെ കൂടെ ഈ ടണലിലൂടെ നടക്കാൻ കുറച്ചും സൗകര്യമുള്ളത്. എല്ലാവരും ടണലൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ? അപ്പോൾ ഇനി ഞങ്ങൾ ഇതൊക്കെ ഇവിടുന്ന് നീങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങി ഞങ്ങളിത് മുന്നോട്ട് യാത്ര തിരിക്കുകയാണ്. അഞ്ചുകളി ടണൽ കണ്ടിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ചെറിയ ചെറിയ അരുവികളൊക്കെ അവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾ താമസിച്ച റിസോർട്ടാണ് ഈ കാണുന്നത്. ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ അഞ്ചൂരിലോട്ട് പോയത്. അപ്പം ഞങ്ങളിനി ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വാഗമൺ ടൗണിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരമായപ്പം കുറച്ച് ഡ്രൈവ് ചെയ്യാനുള്ള ക്ഷീണത്തിന് കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കമൻറ്റൊക്കെ അറിയിക്കുക. ഈ വീഡിയോ കണ്ടവർക്കും കാണാതിരിക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.